ഹേ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്ലെയിം എഫക്റ്റ്, ഈ കാണുന്ന ഒരു ഫ്ലെയിം എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞു തരണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഒരാൾ കമന്റ് ചെയ്തു. ആര് കമന്റ് ചെയ്താലും ആ ഒരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ട്യൂട്ടോറിയലാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഞാൻ എന്നെ തന്നെയാണ് കത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇമേജ് എല്ലാം ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചാറ്റ് ജിപിടിയിലൊക്കെ ജനറേറ്റ് ചെയ്തതാണ്, അല്ല ഞാനിങ്ങനെ കോസ്റ്റ്യൂം ഒന്നും ഇട്ട് നിൽക്കുന്നതെന്നല്ല. സോ നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. കുറച്ച് ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ പെൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പെൻ ടൂളിൻ്റെ പാത്ത് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. സോ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം, എനിക്കിപ്പോൾ ഒരു ഔട്ട്ലൈൻ ബേസിലാണ് എനിക്കൊരു ഫ്ലെയിം വരേണ്ടത്. അതായത് എൻ്റെ ഈ ഒരു ബോർഡറിൽ ഈ ഒരു ലൈൻ അല്ലെങ്കിൽ എന്താ പറയണ്ടത് എഡ്ജസ് അനുസരിച്ചാണ് എനിക്കൊരു തീയുടെ എഫക്റ്റ് ഫ്ലെയിം വരേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഇതേപോലെ പെൻ ടൂൾ യൂസ് ചെയ്ത് വരച്ചു കൊടുക്കുക. ലൈക്ക് ദിസ്, ഇങ്ങനെ പെൻ ടൂളൊക്കെ യൂസ് ചെയ്ത് വരച്ചു കൊടുക്കുക. സിമ്പിളായിട്ട്, അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം ഫ്ലെയിം എന്ന് പറയുന്നത് വളരെ റാൻഡം ആയിട്ട് നമുക്ക് കിട്ടാനുള്ള കാര്യമാണ്. സോ അത്രയും വരയ്ക്കുക. ഇത്രയും വരച്ചതിന് ശേഷം ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് എ ന്യൂ ലെയർ. അതായത് അപ്പോൾ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഇപ്പോൾ ഇവിടെ പാത്താണ് ഞാൻ വരച്ചിട്ടുള്ളത്. നേരെ ഫിൽറ്ററിൽ റെൻഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിനുള്ളിൽ ഫ്ലെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണും. അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്ലെയിം കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ വരച്ചതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബേസിലാണ് നമുക്കിപ്പോൾ ഒരു ഫ്ലെയിം കിട്ടിയിട്ടുള്ളത്. അത് കാൻഡിൽ ലൈറ്റ് ആണ് കിടക്കുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് 1 ഫ്ലെയിം അലോങ് പാത്ത് എന്ന് കൊടുത്തു. സോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലെയിം ടൈപ്പ് നമുക്ക് ഇഷ്ടമുള്ള, ഇവിടെ കുറേ ഫ്ലെയിം ടൈപ്പുകളുണ്ട്. യു ക്യാൻ സി, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലെയിം ടൈപ്പ് ഇതെല്ലാം ഞാൻ വരച്ച ആ ഒരു പാത്തിനനുസരിച്ചിട്ടുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇതിലേതാണ് അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ചെയ്യുക. ഞാനിപ്പോൾ ഇതാണ് കൊടുക്കുന്നതെങ്കിലും ഇതിന് നമുക്ക് ലെങ്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദിസ്. അതിൻ്റെ റാൻഡമൈസ് ചെയ്യണമെങ്കിൽ റാൻഡമൈസ് ചെയ്യാം. ലൈക്ക് ദിസ്. കണ്ടോ, നമുക്ക് ഒരു കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സ് കിട്ടാൻ ഈ റാൻഡമൈസ് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇതുപോലെ തീ കത്തുമ്പോൾ അറിയാമല്ലോ, റാൻഡമൈസ് ആയിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ്. ഞാൻ ഇതെനിക്ക് ഓക്കെ ആണ്, ഫിക്സ് ആണ്. സോ ഞാനിവിടെ വന്നിട്ട് വേറൊന്നും ഞാൻ മാറ്റുന്നില്ല, പ്രീസെറ്റും കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല. ഇതെല്ലാം കസ്റ്റം തന്നെയാണ്. ഇവിടെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം, റാൻഡമൈസ് ലെങ്ത് കൊടുത്തു, ആൻഡ് ഫ്ലെയിം ടൈപ്പ് മാറ്റി, വിഡ്ത്തും ആംഗിളും എല്ലാം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഈ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഇതിനിടയിലുള്ള ഗ്യാപ്പാണ്. ആസ് യു ക്യാൻ സി, കണ്ടോ, ഈ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഇതിനിടയിലുള്ള ഒരു ഗ്യാപ്പാണ്. അത് മാറി ഞാനൊരു നേരത്തെ കിടന്ന് തന്നെ ഇടാൻ പോവുകയാണ്. സോ അതേതാണ് 48 to 15 ആണ്. ഇങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. ഇത് ഓക്കെയാണ്, 60 ഓക്കെയാണ്. ഓക്കെ, ഞാനിപ്പോൾ വരച്ചതുപോലെ ആ ഒരു ഫ്ലെയിം ഇവിടെ വന്നിട്ടുണ്ട്. as you can see the flame is here. ഓക്കെ, അപ്പോൾ ദെൻ ആ ഒരു പാത്ത് പോകണമെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചാൽ മതി, പാത്ത് അങ്ങ് പോയി കിട്ടും. ആൻഡ് ഇത് സിമ്പിളാണ്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. ദെൻ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ പപ്പറ്റ് വാർപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എവിടെ എഡിറ്റിൽ പപ്പറ്റ് വാർപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇവനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്ലെയിമിനെ അല്ലെങ്കിൽ ഫയറിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ആണിയൊക്കെ അടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതുപോലെ ഇതിനിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ലൈക്ക് ദിസ്. ഓക്കെ, ഈസി. ഓക്കെ, ഗോഡ്സില കണക്കായി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലെൻഡ് മോഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ബ്ലെൻഡ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇമേജുമായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ളൊരു സംഭവം കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞ് കാണിച്ചു തന്നേ ഉള്ളൂ. ഒരു ലെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തടത്ത് നിന്ന് ഇതിനെ ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് ഇവിടെ ബ്ലാക്ക് കളർ ആക്കിയതിന് ശേഷം ആവശ്യമില്ലാത്തടത്ത് നിന്ന് എറേസ് ചെയ്ത് കളയാം. ഇങ്ങനത്തെ ഒരു എഫക്റ്റൊക്കെ കിട്ടും. സോ നല്ല ഒരു മെനകെട്ട ഒരു തീയായിരുന്നു. നല്ല തീയൊന്നും വന്നില്ലടേ, പുല്ല് ചേരാണല്ലോ. എന്നാലും ഐഡിയ കിട്ടിയില്ലേ? ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ. എന്ത് പൂവാ, സൂര്യ ഉദിച്ചിരിക്കുന്നത്. അതിന് കുഴപ്പമില്ല. ഇതെന്തോ പൂ വച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊരു രീതിയാണ്. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്.
ഇതുപോലെയൊക്കെ ഞാൻ കൊടുത്ത ഇതുപോലെ നിങ്ങൾ ചെയ്യേണ്ട, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചത് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഇതാണ് ഐറ്റം, ഇതാണ് ഞാൻ അന്ന് ആ പിക്ചറിൽ ചെയ്തത്. സോ അത്രേ ഉള്ളൂ, ബൈ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ടിപ്സ്, അത് ഫോട്ടോഷോപ്പിൽ നിന്നല്ല, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, ഇല്ലുസ്ട്രേറ്റർ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.